ഒരിക്കൽ 52 സ്കൂൾ കുട്ടികൾ മിലാനിലുള്ള അതിരൂപത കത്തീഡ്രൽ കാണുവാൻ എത്തി. ഡൊമിനിക്കൻ സഭാംഗമായ സിസ്റ്റർ മരിയ ആയിരുന്നു ടൂറിസ്റ്റുകൾക്ക് ഈ ദേവാലയത്തിൻ്റെ ചരിത്രവും അതിൻ്റെ നിർമ്മിതിയെക്കുറിച്ചുമെല്ലാം ആധികാരികമായിട്ട് വിവരിച്ചു കൊടുക്കുവാനായിട്ട് ചുമതലപ്പെട്ടിരുന്നത്. ഈ 52 കുട്ടികളെയും സിസ്റ്റർ മരിയ സ്വാഗതം ചെയ്തു. ദേവാലയത്തിലുള്ള വിവിധ കാര്യങ്ങൾ, ചിത്രങ്ങളെല്ലാം കാണിച്ചു കൊടുത്തുകൊണ്ട് സിസ്റ്റർ മരിയ സ്വതസിദ്ധമായ ഭാഷയിൽ സാധാരണ പതിവുള്ളതുപോലെ തന്നെ ഈ ദേവാലയത്തിൻ്റെ, ഈ കത്തീഡ്രലിൻ്റെ നിർമ്മിക്കപ്പെട്ട വർഷവും അതുപോലെ തന്നെ അതിനുപയോഗിക്കപ്പെട്ടിരിക്കുന്ന വസ്തുക്കളുടെ പേരുവിവരങ്ങളും നിർമ്മിതിയുടെ പ്രത്യേകതകളും ചുവർ ചിത്രങ്ങളുമെല്ലാം ചൂണ്ടിക്കാണിച്ച് കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നു. കുട്ടികൾ നമുക്കറിയാം കൗമാരക്കാരാണ്. അവരുടേതായിട്ടുള്ള ആ കുസൃതികളും വികൃതികളുമെല്ലാം പരസ്പരം സംസാരിക്കുകയും നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അവർ കളികളിൽ ഏർപ്പെടുകയും ചെയ്തപ്പോൾ വളരെ കർക്കശക്കാരിയായിരുന്ന സിസ്റ്റർ പറഞ്ഞു, ഈ ദേവാലയം ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, ഇതൊരിക്കലും സംസാരിക്കാനുള്ളതല്ല, ഇതിൻ്റെ പരിശുദ്ധിയെ നിങ്ങൾക്ക് കളങ്കപ്പെടുത്തുവാൻ അധികാരമില്ല, അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിശബ്ദമായിട്ട് കേൾക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. എങ്കിലും എല്ലാ കുട്ടികളും അല്പം കുശല പ്രശ്നങ്ങളൊക്കെ നടത്തി അവരുടേതായിട്ടുള്ള കമൻറ്റുകളൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോയി. സിസ്റ്റർ ശ്രദ്ധിച്ചു ഒരു കുട്ടി മാത്രം ഈ സംസാരങ്ങളിലൊന്നും ഉൾപ്പെടാതെ സിസ്റ്റർ പറയുന്ന കാര്യങ്ങളെല്ലാം സാകൂതം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഈ കുട്ടി കൈ ഉയർത്തി എന്തോ ചോദിക്കാനുണ്ടെന്ന ഭാവത്തിൽ അവൻ ചോദിച്ചു. സുസ്മേരവദനായിട്ട് അവൻ എളിമയോടെ സിസ്റ്ററിനോട് ചോദിച്ചു, സിസ്റ്ററെ, ഈ ചുവർ ചിത്രങ്ങളും ഈ ആത്മീയ അന്തരീക്ഷവുമെല്ലാം സിസ്റ്ററിനെ സ്വർഗത്തിൽ എത്തുവാനായിട്ട് വളരെ സഹായിക്കുന്നുണ്ടാവും അല്ലേ എന്ന് ചോദിച്ചു. ആത്മീയത്തിൽ അത്രമാത്രം വിശ്വാസമോ അത്ഭുതങ്ങളിൽ അല്ലെങ്കിൽ അവിസ്മരണീയമായിട്ടുള്ള അമാനുഷിക ദൈവിക ഇടപെടലുകളിലൊന്നും വിശ്വാസമില്ലാതിരുന്ന ആ സിസ്റ്റർ പറഞ്ഞു, ഇതൊന്നും എൻ്റെ കടമയിൽപ്പെട്ട കാര്യമല്ല. ആട്ടെ, നിൻ്റെ പേരെന്താണ്? ആ കുട്ടി വിനീതനായിട്ട് പറഞ്ഞു, എൻ്റെ പേര് സിസ്റ്ററെ കാർലോ അക്യൂട്ടീസ് എന്നാണ്. സിസ്റ്റർ പറഞ്ഞു, കാർലോ, ഇത്തരം ചോദ്യങ്ങളൊന്നും ചോദിക്കുവാനുള്ള സമയമോ സ്ഥലമോ അല്ല ഇത്. ചരിത്രപരമായിട്ടുള്ള പൗരാണികതയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ആവശ്യമായ തരത്തിൽ പറഞ്ഞു തരുന്നുണ്ട്, അത് കേട്ടിട്ട് പോവുക. കാർലോ നിശബ്ദനായി മറ്റു കുട്ടികളോടൊപ്പം മുന്നോട്ട് നീങ്ങി മെയിൻ അൾത്താരയുടെ മുന്നിലെത്തിയപ്പോൾ അവൻ നിർനിമേഷനായി സക്രാരിയിലേക്ക് നോക്കിക്കൊണ്ട് കണ്ണടച്ച് ഇമവെട്ടാതെ കുറേയേറെ നോക്കിയതിന് ശേഷം പിന്നെ കണ്ണടച്ച് നിന്ന് പ്രാർത്ഥന തുടങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ മറ്റു കുട്ടികൾ അവനെ തോണ്ടി വിളിച്ചു. സിസ്റ്റർ ഒരിടത്ത് അവർക്ക് ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ചുവർ ചിത്രങ്ങളെക്കുറിച്ചെല്ലാം വർണ്ണിച്ചുകൊണ്ടും അൾത്താരയെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ടുമെല്ലാം. സിസ്റ്റർ കാർലോട് പറഞ്ഞു, കാർലോ, മറ്റു കുട്ടികളോടൊപ്പം ആയിരിക്കുക, നിങ്ങൾ ഇത് സന്ദർശിക്കാമെന്നതാണ്, അതുകൊണ്ട് ഒറ്റപ്പെട്ടു പോവുകയോ അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കുകയോ അരുത്. സിസ്റ്റർ ദേഷ്യത്തിലായിരുന്നു. അവൻ പതുക്കെ സിസ്റ്ററിൻ്റെ അടുത്ത് ചെന്ന് മറ്റു കുട്ടികൾക്ക് കേൾക്കാനാവാത്ത വിധം സിസ്റ്ററിനോട് ചെവിയിലിങ്ങനെ മന്ത്രിച്ചു. സിസ്റ്ററെ, എനിക്ക് സിസ്റ്ററിനോട് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. ഞാൻ അല്പം മുമ്പ് അൾത്താരയുടെ മുൻപിൽ നിന്നുകൊണ്ട് ഈശോയോട് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ എനിക്ക് ഒരു കാര്യം പറഞ്ഞു തന്നു. അത് ഞാൻ സിസ്റ്ററുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. സിസ്റ്റർ സ്വതസിദ്ധമായിട്ടുള്ള ഔത്സുക്യത്തോടുകൂടി മറുപടിയൊന്നും പറയാതെ അവനോട് എന്താണെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാനായിട്ട് ആംഗ്യം കാണിച്ചു. അവൻ പറഞ്ഞു, സിസ്റ്ററെ, ഞാൻ ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ മരിക്കും. ഞാൻ മരിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ സിസ്റ്ററിൻ്റെ സ്വന്തം ഭവനം
കണ്ടെത്താനായിട്ട് സാധിക്കും. സിസ്റ്ററിനൊന്നും മനസ്സിലായില്ല. ഒരു 15കാരൻ്റെ വെറും ഒരു ഭാവന വിലാസമായിട്ട് സിസ്റ്റർ അതിനെ കണ്ടോളൂ. തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഈ പയ്യനെങ്ങനെ അറിയാം? ഞാൻ ഡൊമിനിക്കൻ സഭാംഗമാണ്, സഭ വിട്ടു പോകാനായിട്ട് എനിക്കൊരു ചിന്തയുമില്ല. പിന്നെ ഇവനെങ്ങനെയാണ് ഇതൊക്കെ പറയുന്നത്? വെറുതെ ആൾ കളിക്കാനായിട്ട് ഓരോന്ന് പറയുന്നതായിരിക്കാം എന്ന് സിസ്റ്റർ വിചാരിച്ചു. സിസ്റ്റർ അവരോട് പറഞ്ഞു, കാർലോ, വായടയ്ക്കൂ. നിൻ്റെ അഭിപ്രായങ്ങളൊന്നും പറയേണ്ടതില്ല. എൻ്റെ വ്യക്തിപരമായ ആത്മീയ കാര്യങ്ങളിൽ നീ ഇടപെടേണ്ട ആവശ്യവുമില്ല. നീ ഈ ദേവാലയം കണ്ടിട്ട് പോവുക. കാർലോ പിന്നെ ഒന്നും മിണ്ടിയില്ല. മറ്റു കുട്ടികളോടൊപ്പം പള്ളിക്കകമെല്ലാം കത്തീഡ്രലിൻ്റെ അകമെല്ലാം കണ്ടു മനസ്സിലാക്കി. കുട്ടികൾ വൈകുന്നവരായപ്പോൾ തിരിച്ചു പോവുകയും ചെയ്തു. കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സിസ്റ്റർ മരിയ ടി വിയിൽ ഒരു വാർത്ത കണ്ടു. അതായത് 15 വയസ്സുകാരനായ കാർലോ അക്യൂട്ടിസ്, അതെ, തന്നോട് ഒരാഴ്ച മുമ്പ് ഞാൻ ഒരാഴ്ച കഴിയുമ്പോൾ മരിക്കും എന്ന് പറഞ്ഞ ആ കുട്ടി ഇതാ മരണപ്പെട്ടിരിക്കുന്നു. ലുക്കേമിയ, ക്യാൻസർ ബാധിച്ചവനിതാ മരണപ്പെട്ടിരിക്കുന്നു. ഈ വാർത്ത കേട്ടപ്പോൾ സിസ്റ്ററിന് ആകെ ആശ്ചര്യം തോന്നി. പക്ഷേ സിസ്റ്റർ നിശബ്ദമായിട്ട് തന്നെ കാര്യങ്ങളെ തരണം ചെയ്യാൻ തീരുമാനിച്ചു. കൃത്യം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ഉച്ച സമയത്ത് സിസ്റ്ററിന് ഒരു ഫോൺ കോൾ വന്നു. അങ്ങേ തലക്കിൽ ഒരു സ്ത്രീയുടെ ശബ്ദമായിരുന്നു, പ്രായമായൊരു സ്ത്രീയുടെ ശബ്ദം. മോളെ. ആ സ്ത്രീയുടെ ശബ്ദം സിസ്റ്ററിനെ ആകെ ആകുലപ്പെടുത്തി. അപ്പോൾ സിസ്റ്റർ ചോദിച്ചു, എന്ത് വേണം? മറ്റേ തലക്കിലുള്ള ആ സ്ത്രീ പറഞ്ഞു, മോളെ, നീ എൻ്റെ സ്വന്തം മകളാണ്. ഞാൻ നിൻ്റെ അമ്മയാണ്. എനിക്ക് 17 വയസ്സുള്ളപ്പോൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നീ ജനിച്ചതാണ്. അന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് നിന്നെ വളർത്തുവാനുള്ള സാധ്യതയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ നിന്നെ ഡൊമിനിക്കൻ സിസ്റ്റേഴ്സിൻ്റെ ശിശുക്കളുടെ ഭവനത്തിൽ ഏൽപ്പിച്ചിട്ട് പോവുകയായിരുന്നു. പക്ഷെ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല. നീ എൻ്റെ മകളാണ്. ആ സ്ത്രീ ഒന്ന് പറഞ്ഞു നിർത്തി പൊട്ടിക്കരയാൻ തുടങ്ങി. സിസ്റ്റർ ഓർത്തു, അതെ, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഡൊമിനിക്കൻ സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റിൽ ആരോ ഏൽപ്പിച്ചിട്ട് പോയതാണെന്നും പറഞ്ഞ് ഒരു അനാഥ ശിശുവായിട്ടാണ് അവൾ മരിയ വളർത്തപ്പെട്ടത്. വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ അവൾക്ക് അവിടെ തന്നെ മഠത്തിൽ ചേരണമെന്ന് തോന്നി. അവൾ അങ്ങനെ ഒരു സിസ്റ്ററായി തീരുകയായിരുന്നു. തൻ്റെ കുടുംബത്തെക്കുറിച്ചോ കുടുംബാംഗങ്ങൾ ആരെന്നോ യാതൊരുവിധ അറിവും ഇല്ലാതിരുന്ന സിസ്റ്ററിന് തൻ്റെ കുടുംബാംഗങ്ങളെയും മാതാപിതാക്കളെയും കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള ഒരു സാധ്യതയും കാണാത്തത് കൊണ്ട് അവയെല്ലാം പ്രാർത്ഥനയിൽ ഒതുക്കി സിസ്റ്റർ കഴിയുകയായിരുന്നു. സിസ്റ്റർ വിതുമ്പൽ അടക്കിക്കൊണ്ട് ആ സ്ത്രീയോട് പറഞ്ഞു, അമ്മേ, ആദ്യമായിട്ട് ജീവിതത്തിൽ ഒരു സ്ത്രീയെ അമ്മയെന്ന് വിളിക്കുകയാണ്. മദർ, അമ്മേ, എനിക്ക് അമ്മയെ ഒന്ന് കാണണം. ഉടനെ ആ സ്ത്രീ പറഞ്ഞു, മോളെ, ഞാൻ അടുത്ത ഞായറാഴ്ച കത്തീഡ്രലിൽ വരും. നിന്നെക്കുറിച്ച് ഞാൻ അറിഞ്ഞത് കത്തീഡ്രലിനെക്കുറിച്ച് ഒരു ബുള്ളറ്റിനിലാണ് നിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞ് മനസ്സിലാക്കിയത്. ഞാൻ അടുത്ത ഞായറാഴ്ച 2 മണിക്ക് നിന്നെ കാണുവാനായിട്ട് എത്തും. സിസ്റ്ററിൻ്റെ അത്ഭുതത്തിന് അതിരില്ലായിരുന്നു. കേവലം 15 വയസ്സുള്ള കാർലോ അക്യൂട്ടസ് എന്ന കുട്ടി, അവൻ ഒരാഴ്ച കഴിയുമ്പോൾ താൻ മരിക്കുമെന്നും അതുപോലെ തന്നെ ഞാൻ ഡൊമിനിക്കൻ സഭാംഗമായ സിസ്റ്ററായ ഞാൻ സ്വന്തം ഭവനം കണ്ടെത്തും എന്നും അവനെങ്ങനെ അറിഞ്ഞു? ഒരിക്കലും സ്വന്തം ഭവനത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിരുന്നില്ല. അങ്ങനെ സ്വന്തം ഭവനത്തെ, സ്വന്തം അമ്മയെ തിരിച്ചു കിട്ടും എന്നൊക്കെ അവൻ എങ്ങനെ അറിഞ്ഞു? സിസ്റ്ററിൻ്റെ അത്ഭുതത്തിന് അതിരില്ലായിരുന്നു. സിസ്റ്റർ തേങ്ങി കരഞ്ഞു. സിസ്റ്റർ നേരെ കാർലോ അക്യൂട്ടസിൻ്റെ ശവകുടീരത്തിലേക്ക് ഓടി. ആ ശവകുടീരത്തിൽ കെട്ടിപ്പിടിച്ച് കമന്ന് കിടന്ന് ആ സിസ്റ്റർ കരഞ്ഞുകൊണ്ട് മനസ്സിൽ പറഞ്ഞു, അതെ, കാർലോ അക്യൂട്ടസ് ഒരു വിശുദ്ധൻ തന്നെയാണ്. ദൈവം തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ആ കാർലോ അക്യൂട്ടസിന് വെളിപ്പെടുത്തി കൊടുത്തത്. കർത്താവേ, അങ്ങേക്ക് നന്ദി. അങ്ങനെ പിന്നത്തെ ഞായറാഴ്ച
സിസ്റ്റർ മരിയയുടെ അമ്മ കാണുവാൻ വരികയും അങ്ങനെ അമ്മയെ വീണ്ടും കണ്ടുമുട്ടുകയും പിന്നീട് അമ്മയിലൂടെ മറ്റു കുടുംബാംഗങ്ങളെ കാണുവാനും സിസ്റ്റർക്ക് സാധിച്ചു. കാർലോ അക്യൂറ്റീസ് ഇപ്പോൾ വിശുദ്ധനാണ്. അവൻ മരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒത്തിരിയേറെ വെളിപ്പെടുത്തലുകൾ അവന് ദൈവത്തിൽ നിന്ന് കിട്ടിയിരുന്നു. അതവൻ മറ്റുള്ളവർക്ക് ആശ്വാസം തരുന്നതിനായിട്ട്, അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതിനായിട്ട് പലപ്പോഴും ഈ സന്ദേശങ്ങൾ അവർക്ക് അവസരോചിതമായ രീതിയിൽ കൈമാറുകയും ചെയ്തിരുന്നു.